പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയിൽ ദിലീപേട്ടൻ്റെ ഈ വസ്ത്രം ആരായിരിക്കും ചെയ്തത്? അല്ലെ ദിലീപേട്ടൻ്റെ വസ്ത്രം ഇട്ട് കാണുമ്പോൾ എന്ത് മജയാ. നിന്നെ ഇവർക്കൊന്ന് കാണണമെന്ന്. വെങ്കി നമസ്കാരം. എന്താണ് കോസ്റ്റ്യൂം ഡിസൈനർ? ഏതെങ്കിലും സിനിമകളിൽ വെങ്കിയുടെ കോസ്റ്റ്യൂം പാളിപ്പോയിട്ടുണ്ടോ? അല്ലെ തെരുവിളി കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? രാമലീലയൊക്കെ കേട്ടിട്ടുണ്ട്. ഈ രാമലീല ഇറങ്ങിയപ്പോൾ തിയേറ്ററിൽ നിന്ന് കരഞ്ഞോ? എന്തായിരുന്നു ആ ഫീല്? കാരണം ആ ടൈമിലാണ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവണതും. ചേട്ടൻ അറസ്റ്റിലായി കഴിഞ്ഞപ്പോഴും ഞാൻ ജയിലിൽ പോയി കണ്ടിരുന്നു. നീ ഇതൊന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോ കേട്ടോ, അല്ലെ എന്തെങ്കിലും പൈസയുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പറഞ്ഞു. കാരണം അവിടെ ലൈഫ് എന്താവുന്ന പോലും അറിയില്ല. ഞാൻ പുറത്തിറങ്ങി, വീടിൻ്റെ പുറത്തിറങ്ങി നടക്കുമ്പോഴത്തേക്കും എന്തായി പോയല്ല, ജോലിയൊക്കെ പോയല്ല, എന്ത് ചെയ്യും എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പോഴും ചില ആളുകൾ ദിലീപേട്ടൻ ചെയ്തിട്ടുണ്ട്, ദിലീപേട്ടൻ തെറ്റുകാരനാണ് എന്ന് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ വെങ്കിക്ക് തോന്നി. ഒരിക്കലും പുള്ളി ചെയ്യില്ല, അങ്ങനെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല അത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജീം വർഗീസ്. സെല്ലിലോഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ഏതൊരു സിനിമകൾ ഇറങ്ങുമ്പോഴും സിനിമകളിലെ കഥാപാത്രങ്ങൾക്കനുസരിച്ച് കോസ്റ്റ്യൂം നമ്മൾ കാണാനുണ്ട്. ഈ കോസ്റ്റ്യൂമൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും ഇത് ആരായിരിക്കും ചെയ്തത്? ദിലീപേട്ടൻ ഇപ്പോൾ ഇറങ്ങിയ നല്ല വിജയമായ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയിൽ സിനിമ കണ്ട തിയേറ്ററിൽ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഉള്ളിലൊന്ന് ചോദിച്ചു കാണും, ദിലീപേട്ടൻ്റെ ഈ വസ്ത്രം ആരായിരിക്കും ചെയ്തത്? അല്ലെ ദിലീപേട്ടൻ്റെ വസ്ത്രം ഇട്ട് കാണുമ്പോൾ എന്ത് മജയാ. ഒറ്റപ്പേരേ ഉള്ളൂ. വെങ്കി നമസ്കാരം. നമസ്കാരം. എന്നാ ഉണ്ട് പൊന്നെ? നല്ല തന്നെ, അടിപൊളി. ആദ്യം തന്നെ പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ ഞങ്ങളുടെ പഴയ ദിലീപേട്ടനെ വസ്ത്രങ്ങളിലാണെങ്കിലും ട്രെൻഡിങ് ആക്കി മാറ്റിയ ആ വസ്ത്രത്തിൻ്റെ ഉടമ എന്നോടൊപ്പം ഉള്ളതല്ലേ? താങ്ക് യു. അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾക്കിനി അറിയേണ്ട കാര്യം, ദിലീപേട്ടനെ വെങ്കിക്ക് അറിയാവുന്ന പോലെ ഒരു പക്ഷേ ഞങ്ങൾ ജനങ്ങൾക്കോ എനിക്കോ പേഴ്സണലി അറിയത്തില്ല. അപ്പോൾ ദിലീപേട്ടൻ്റെ കഥകൾ, വസ്ത്രങ്ങളുടെ കഥകൾ നമുക്ക് അവിടുന്ന് ചോദിച്ചു പോവാം. ഈ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ആയത് എങ്ങനെയാണ്? അതാകണമെന്നായിരുന്നു ആഗ്രഹം. ഞാൻ ആക്ച്വലി ഞാനൊരു +2 ടൈമിലൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ സ്റ്റൈൽ ചെയ്ത് നടക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. കാരണം അന്ന് സ്കൂളിലൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ അന്ന് ലോ വേസ്റ്റും പരിപാടിയും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ സ്കൂളിൽ പ്രശ്നങ്ങളൊക്കെയാണ്, എന്നാലും നമുക്ക് അങ്ങനെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ +2 കഴിഞ്ഞ പിന്നെയാണ് ഞാൻ അങ്ങനെ ആലോചിക്കണം, എന്നാൽ പിന്നെ ഫാഷൻ ഡിസൈനിങ് പഠിച്ചു നോക്കാം, ഒരു ട്രയൽ കൊടുത്ത് നോക്കാം എന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ നേരെ ബാംഗ്ലൂർ പോയിട്ട് 1 ഇയർ ഡിപ്ലോമ ഞാൻ എടുത്തത്. ശരിക്കും ആ ഒരു കാലഘട്ടത്തൊക്കെ ഫാഷൻ ഡിസൈൻ അത്രമേൽ ആളുകൾ ചെയ്യുന്നുണ്ടോ? ഇല്ല, കുറവായിരുന്നു. അത്രയും ഭയങ്കര ഈ ഒരു ഫീൽഡിലേക്ക് അത്രയും ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നില്ല നമ്മുടെ ഇവിടെ. അപ്പോഴും ആ ഒരു കാലത്ത് നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് വെങ്കി എങ്ങനെ മനസ്സിലാക്കിയേ? അല്ല, എനിക്ക് അത് അങ്ങനെ ഒരു ചിന്തകളേ ഇല്ല. ആ സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യമാണ് അത് പഠിക്കാം, എനിക്കിഷ്ടമുള്ള, നമുക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് എനിക്ക് തോന്നിയിട്ട് തന്നെ ഞാനായിട്ട് പോയിട്ടാണ് അത് വീട്ടിൽ ഇടിയുണ്ടാക്കിയിട്ടാണ് പോയി ചേർന്നത്. അതൊരു 1 ഇയർ ഡിപ്ലോമ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം നമ്മൾ കൂടാവുന്ന പരിപാടിയാണെങ്കിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ, അല്ലാത്ത പക്ഷെ നമ്മളത് പിന്നെ എടുത്തിട്ട് കാര്യമില്ല. 1 ഇയർ പഠിച്ചു. 1 ഇയർ പഠിച്ചപ്പോഴത്തേക്കും കുഴപ്പമില്ല. അതിൻ്റെ ഒരു ബേസിക് പരിപാടികൾ അവർ പഠിപ്പിക്കണുള്ളൂ ഈ 1 ഇയർ ഡിപ്ലോമയിലുള്ളത്. അത് കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ പിന്നെ ഡിഗ്രിക്ക് തന്നെ അവിടെ തന്നെ ജോയിൻ ചെയ്തത്. പിന്നെ 3 ഇയർ കോഴ്സ് ഡിഗ്രി കഴിഞ്ഞു. അത് ഞാൻ പിന്നെ ജോലിയിലേക്ക് അങ്ങനെ കടന്നുപോയി. എന്നും ദിവസങ്ങളിൽ എല്ലാം രാവിലെയും ദിലീപേട്ടൻ്റെ വീട്ടിൽ പോയി ഓണിംഗ് ബെല്ലിൽ അടിക്കും, ദിലീപേട്ടാ. അതെന്തായിരുന്നു കഥ? അത് ആക്ച്വലി ചേട്ടൻ പറഞ്ഞ കാര്യം കറക്റ്റാണ്. അതായത് ഞാൻ ആക്ച്വലി എൻ്റെ വീടും ദിലീപേട്ടൻ്റെ വീടും ലൈക്ക് ഒരു മതിൽ അപ്പുറം വീടാണ് ഞങ്ങൾ. അപ്പം ഞാൻ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് മുതൽ ദിലീപേട്ടൻ എന്നല്ല, അവിടുത്തെ ഫാമിലി മെമ്പേഴ്സിൽ എൻ്റെ ഫാമിലി പോലെയാണ്. എനിക്ക് ഏത് സമയത്തും കയറി പോവാം. അതെ. വെച്ചാൽ ഞാൻ എപ്പോഴും അവിടെയാണ്, കാരണം അങ്ങനെയുള്ള റിലേഷനാണ്. പിന്നെ നമ്മള് കാരണം ഞാൻ വളരെ ചെറുതാണ്, അപ്പൊ ആ സമയത്ത് എപ്പോഴും വീട്ടിൽ പോകുന്നു, എല്ലാവരും ഒന്നു, അതൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു ആ റിലേഷൻ. പിന്നെ പഠിത്തം കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ ദിലീപേട്ടൻ്റെ വേറെ വേർഷൻ, ദിലീപേട്ടൻ ആ വഴിക്ക് പോകുന്നു, നമ്മൾ പഠിച്ച് വേറെ വഴിക്ക് പോകുന്നു. പഠിത്തമെല്ലാം കഴിഞ്ഞ് ഞാനിവിടെ ആക്ച്വലി കിറ്റെക്സ് കമ്പനിയിൽ ഒരു 1 ഇയർ വർക്ക് ചെയ്തു. അവിടെ ഡിസൈനറായിട്ട് കിഡ്സിൻ്റെ സെക്ഷനായിരുന്നു. അപ്പോൾ അവിടെ 1 ഇയർ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴാണ്
പിന്നെ ഞാൻ അവിടുന്ന്, കാരണം എനിക്ക് ഓഫീസ് ജോബ് അത്ര ഇഷ്ടപ്പെടുന്ന ആളല്ല. 10:00 പോകുന്നു, 5 മണിക്ക് അത് മാത്രമല്ല, ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞ ഒരു പരിപാടി പറന്ന് കിടക്കാൻ അപ്പൊ അത് കാരണം അത്ര കംഫർട്ടബിൾ ആയിരുന്നു. ഞാൻ പിന്നെ അത് അവിടെ നിന്ന് വൈൻഡ് അപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ പിന്നെ നേരെ ജോയിൻ ചെയ്യണം നമ്മുടെ ഇന്ദ്രജിത്തില്ലേ, ആക്ടർ ഇന്ദ്രജിത്ത്, അതിന്റെ ആളുടെ വൈഫ് പൂർണിമ ഇന്ദ്രജിത്ത്, അവരുടെ കൂടെയായിരുന്നു. അവിടെ അവർക്കൊരു ബൊട്ടീക്ക് ഉണ്ടായിരുന്നു, പ്രാണ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഒരു 1 year അവിടെയും വർക്ക് ചെയ്തു. അവിടെ ഡിസൈനറായിട്ട് അവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഒരു എനിക്ക് തോന്നുന്നു ചന്ദ്രേട്ടൻ അവിടെ ആ പടത്തിൻ്റെ റിലീസ്. ആ പടത്തിൻ്റെ റിലീസിൻ്റെ അന്ന് രാവിലെ ആക്ച്വലി ഞങ്ങൾ വീട്ടുകാരെല്ലാവരും കൂടി പോയത്, അന്ന് കമലഹാസൻ്റെ ഏതൊരു പടത്തിനാണ് ഞങ്ങൾ കാണാൻ വേണ്ടി പോയത്. പക്ഷെ അന്ന് ആ പടം വന്നു തിയേറ്ററിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് റിലീസ് മാറ്റി വെച്ചു. അപ്പം അന്നാണ് ചന്ദ്രേട്ടനോട് റിലീസ്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്കെല്ലാവരും കൂടി ഇതിന് കയറാം. അങ്ങനെ ഫസ്റ്റ് ഡേ ആ പടത്തിന് കയറുന്നു. പടം ഞാൻ കണ്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് നേരെ ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് റിട്ടേൺ വീട്ടിലോട്ട് വരാം. വീട്ടിൽ വരുമ്പോൾ ദിലീപൻ്റെ വീടിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന ഏരിയയൊക്കെ. അപ്പോൾ അവിടെ വണ്ടി ഇട്ടു പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും അവിടെ അനൂപേട്ടനുണ്ട്, ബ്രദർ. അപ്പോൾ എല്ലാവരും അറിയുന്നതുകൊണ്ട് എന്തായി അവിടെ പോയി. അപ്പോൾ ഞങ്ങൾ പടം കണ്ടിട്ട് വന്ന വഴിയാണ് എന്നൊക്കെ പറഞ്ഞാൽ വിശേഷം. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടില്ല ആക്ച്വലി, ഞാൻ കാറിൽ തന്നെയാണ്. അപ്പോൾ വീട്ടുകാർ ഇതൊക്കെ സംസാരിച്ചെല്ലാം കഴിഞ്ഞ് ഇവർ വീടിൻ്റെ അകത്തേക്ക് പോയി. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവർ അകത്ത് പോയി എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. അപ്പം ഞാൻ നേരെ ചെന്നിട്ട് അപ്പം ഞാൻ ചോദിച്ചു, അല്ല, അപ്പം ഞാൻ അകത്ത് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല ചേട്ടനുണ്ടോ അവിടെ, ദിലീപേട്ടനുണ്ടോ അവിടെ? ഉണ്ട്, ഇവിടെ ഉണ്ട്, മേളിലുണ്ട്. മേളിൽ കാണാൻ പറ്റുമോ? ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അനുവേട്ടൻ പോയി വിളിച്ചു. അപ്പം ഞാൻ അങ്ങനെ കണ്ടിട്ട് ഇപ്പം നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ റൗണ്ട് സ്റ്റേഴ്സിൽ ഒരു ലൈറ്റ് ബ്ലൂ ഷർട്ടും മുണ്ടും അവിടുത്തെ ദിലീപേട്ടൻ വരുന്നു. എന്തായി, സുഖമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ സുഖമാണ്, എന്താ ചെയ്യണം, കുറേ കാര്യങ്ങൾ കണ്ടിട്ട്. അപ്പം ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്, കുഴപ്പമില്ലാതെ പോണു, ഇപ്പം എന്താ ചെയ്യണേ? അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ബൊട്ടീക്കിലാണ് വർക്ക് ചെയ്യുന്നത്, പിന്നെ ഇതേപോലെ ഇങ്ങനെ കുറച്ച് ഷോസ് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് ആക്ച്വലി. ഞാൻ ചോദിച്ചു എനിക്കിങ്ങനെ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പഠിച്ചത് ഇതാണ്. അപ്പോൾ അപ്പം എന്ത് ഡിസൈനിങ് ആണോ പഠിച്ചത്? അപ്പം ഞാൻ പറഞ്ഞത്. അപ്പോൾ എവിടെ പഠിച്ചത്? അപ്പം ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത്. അപ്പോൾ അതിനകത്ത് ചോദിച്ചു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അടിപൊളിയാക്കി തരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, എന്താ ചോദ്യം, പിന്നെന്താ, എന്നാൽ ഒരു കാര്യം ചെയ്യ്, എപ്പോഴാണ് ടൈം വെച്ച് നീ ഇറങ്ങിക്കോ, നോക്കിയിട്ട് പോരെ, അത്രേ ഉള്ളൂ. വേറെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നോ ഒന്നും ചോദിച്ചിട്ടില്ല എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു ശരി. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാ. അപ്പം തന്നെ കിളി പറഞ്ഞു. കാരണം നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി പെട്ടെന്ന് ഒറ്റ വാക്കിൽ വരുന്നോ അല്ലെങ്കിൽ ഒന്നും അറിയില്ല. ഞാനപ്പം തന്നെ ഓഫീസിൽ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ തന്നെ ഓക്കെ, അപ്പോൾ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ടൈം പീരീഡിൻ്റെ ഇടയ്ക്ക് അപ്പം അന്ന് ആക്ച്വലി ഞാൻ ഈ പറഞ്ഞതിന് ശേഷം അപ്പം നമുക്കിതിൻ്റെ പ്രോസസ്സ് അറിയില്ല, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് അറിയില്ല, ഇതൊന്നും ഒരു ഐഡിയ ഇല്ല. ഒരു ഷൂട്ടിംഗ് പോലും കാണാത്ത ആളാണ് ഞാൻ. ആ ആളാണ് അവിടെ പോയിട്ട് സിനിമയ്ക്ക് വേണ്ടി ചെയ്യാൻ പോണത്. അതുപോലെ തന്നെ മറ്റ് വർക്ക് ചെയ്ത കമ്പനിയിലും ഈ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഇല്ല, സിനിമയായിട്ട് യാതൊരു റിലേഷനും ഇല്ലല്ലോ. അപ്പം ഞാൻ ഇതറിഞ്ഞ് അപ്പം അന്ന് 2 countries ഷൂട്ടിങ് നടക്കാം. അപ്പം എനിക്ക് തോന്നുന്നു നീ കുറച്ച് ഡിസൈൻസ് പരിപാടികളൊക്കെ ഒന്ന് നോക്കിയിട്ട് വാന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ അന്ന് പിരിഞ്ഞത് ഞങ്ങൾ ആക്ച്വലി. അപ്പോൾ അപ്പം ഞാൻ രാത്രി വന്നിട്ട് സ്കെച്ച് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, പാറ്റേൺസ് വരയ്ക്കും. അപ്പം കാരണം നമുക്ക് ഇതിൻ്റെ ഒന്നും അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ ഇത് ചെയ്ത് ഞാൻ 2 countries സെറ്റിലും ആദ്യമായിട്ട് പോവാം. അപ്പം സെറ്റിൽ പോകുന്ന എനിക്ക് ആരും പരിചയമില്ല, ആകെ പരിചയമുള്ളത് ദിലീപേട്ടന് മാത്രമേ ഉള്ളൂ. അതുപോലെ പക്ഷെ നമ്മൾ ഒരു ഷൂട്ടിംഗ് സെറ്റ് ആകുമ്പോൾ നമ്മൾ ഈ സെക്ഷൻ ആ സെക്ഷൻ അറിയുന്ന ഒരുപാട് നമ്മളിങ്ങനെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് ഇങ്ങനെ നടക്കും. തീർച്ചയായിട്ടും. പക്ഷെ നമുക്ക് അന്ന് ആരും പരിചയമില്ല. ദിലീപേട്ടനടുത്തൊരു ഞാൻ എത്ര നേരം സംസാരിക്കും, അവർക്ക് ഷോർട്ടാവുന്ന അവർ പോകുന്നു, ചെയ്തിട്ട് വരുന്നു, ഇതൊക്കെയാണല്ലോ അതിൻ്റെ ഒരു നടക്കണേ. അപ്പം അന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, പോസ്റ്റ് അടിച്ചിട്ട് എത്ര നേരം, ഇതൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്.
പിന്നെ അത് ഇങ്ങനെ ഇടയ്ക്കൊരു 2-3 ദിവസം പോയി കഴിയുമ്പോഴത്തേക്ക് അപ്പം ദിലീപൻ്റെ കൂടെയുള്ള ടീമുകൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഇവരൊക്കെ ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഓരോ സെക്ഷനിൽ ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഇത് പിന്നെ കണ്ട് പതുക്കെ പഠിച്ചു തുടങ്ങി. അതങ്ങനെ ആയിക്കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് പിന്നെ അങ്ങനെ പോകുമ്പോൾ നമ്മൾ റിലേഷൻസ് ഒരുപാട് ഇങ്ങനെ വരുമല്ലോ, ബന്ധങ്ങൾ കൂടും. അപ്പം അങ്ങനെ പിന്നെ പഠിച്ച് അതൊക്കെത്തേക്കും എൻ്റെ അടുത്ത് പറഞ്ഞു. ഒരു ദിവസം രാത്രി എന്നെ വിളിച്ചിട്ട് എനിക്ക് പാസ്പോർട്ട് ഉണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു പാസ്പോർട്ട് ഉണ്ട്, നമുക്കൊന്നേ ചിലപ്പോൾ കാനഡ വരെ പോകേണ്ടി വരും. അപ്പം ഞാൻ കാനഡയോ? അപ്പം ഞാൻ പറഞ്ഞു പോവാം. അപ്പം പറഞ്ഞു അന്ന് ആക്ച്വലി അതിനു മുമ്പ് നമ്മൾ പോയിട്ടുള്ള കാക്കനാട്, ഇതാണല്ലോ നമ്മൾ പോയേക്കണം, നമ്മൾ അതിൻ്റെ അപ്പുറത്ത് പോയിട്ടില്ലല്ലോ. നമുക്ക് കൂടെ ബാംഗ്ലൂർ ഇതൊക്കെയല്ലേ നമ്മൾ പോയേക്കുന്ന സ്ഥലം. അപ്പം ഞാൻ പറഞ്ഞു ശരി കുഴപ്പമില്ല പോവാം പറഞ്ഞിട്ട്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എടാ ഞാനൊന്ന് നോക്കട്ടെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ആക്ച്വലി അവിടുത്തെ അതായത് കാനഡയിലുള്ള പോർഷൻസൊക്കെ അവരെന്താ അതിൻ്റെ ഡിസൈനർ വേറെയാണ്. അപ്പോൾ അവരെന്തൊക്കെ ചെയ്തേക്കണം നോക്കട്ടെ, ചിലപ്പോഴേ പോകേണ്ടി വരുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പരിപാടി നോക്കാട്ടോ. അപ്പം നമ്മളും ആക്ച്വലി വലിയ സ്വപ്നത്തിലോട്ട് പോയിട്ടില്ല, കാരണം നമുക്കറിയില്ലല്ലോ എന്താണ് എങ്ങനെയാണെന്നൊന്നും സംഭവിക്കാറില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞു എടാ അവർ ഓൾറെഡി കാനഡയിലെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്, അപ്പം നമുക്ക് അടുത്ത പരിപാടിയിൽ പിടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഓക്കെ കുഴപ്പമില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ അടുത്ത് കിങ് ലെയർ എന്ന് പറഞ്ഞ പടം വന്നു, അതിന് നിൻ്റെ പരിപാടികൾ വേണ്ടി വരും. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ, അത്തിരി ഫാഷനേറ്റഡും അല്ലെങ്കിൽ ഫാഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു മൂവിയാണല്ലോ വേണ്ടത്, സത്യം. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അപ്പം ഇതിനകത്തൊന്നും നമുക്ക് അപ്പോഴും ഇൻവോൾവ്മെൻ്റ് ഇല്ല. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു ഈ 2 കൺട്രീസിൻ്റെ സെറ്റിൽ എന്തോ ഒരു സോങ്ങിൻ്റെ പാച്ച് ഷൂട്ട്, അപ്പോൾ അത് നടക്കണം. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒന്ന് വാ. അപ്പോൾ അവർ ഓൾറെഡി കോസ്റ്റ്യൂംസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതാ വേണ്ടതെന്നുള്ളതാണ്, ഡിസൈനർ എന്തോ വന്നിട്ടില്ല, അങ്ങനെ എന്തോ ഒരു അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് നീ അതൊന്നും നോക്കിയിട്ട് ഏതാ പെയർ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഒരു സോങ് സീക്വൻസ് ആയിരുന്നു. അപ്പോൾ അതിനകത്തൊരു പരിപാടി ഞാൻ പെയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് കുറച്ചൊരു വെസ്റ്റേൺ ഒരു മ്യൂസിക്കിന് ഒരു ചെറിയൊരു BGM പോർഷനായിരുന്നു. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ഷൂട്ടിങ് ഓക്കെ സെറ്റായി, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ കിങ് ലെയറിൻ്റെ മൂവി സ്റ്റാർട്ട് ചെയ്യണത്. അത് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റ് കേൾക്കാൻ പോകുന്നു. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല, നമുക്കിതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. കഥ കേട്ട് നമുക്ക് തോന്നിയായിരുന്നു നമ്മളും പറയുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഫാഷനേറ്റഡ് മൂവിയാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് ആക്ച്വലി അന്ന് ജീൻ ചേട്ടനാണ് ഡയറക്ടർ, ലാൽ ജൂനിയർ. അപ്പോൾ ജീൻ ചേട്ടനായിട്ട് നമ്മൾ അപ്പോൾ അന്ന് ദിലീപേട്ടൻ പോയിട്ട് ഇത് എൻ്റെ കൂടെ ഉള്ളതാണ്, ഇവൻ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നേക്കണം, അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തോളണം, എന്താ വെച്ചാൽ കറക്റ്റായിട്ട് അവന് പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ആരും പറയുമെന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ജോലിയായിട്ട് ചെയ്യുന്നു. അതെ 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 അത് പറഞ്ഞു കൊടുത്തു. ഇവരെല്ലാവരും എൻ്റെ അടുത്ത് എടാ ഇങ്ങനെയാണ് പരിപാടി, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഞാൻ നേരെ ബാംഗ്ലൂർ പോകുന്നു. എനിക്ക് തോന്നുന്ന കുറച്ച് ഔട്ട്ഫിറ്റ്സുകളൊക്കെ ഞാൻ എടുത്തു വന്നു, പെയർ ചെയ്ത് കാണിച്ചു. ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് ലൈക്ക് ഓരോ പോർഷൻസ് കൂടുമ്പോൾ അതിനനുസരിച്ച് വേരിയേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിയുമ്പോൾ കുറച്ച് സജഷൻസ് വരുന്നു. അപ്പോൾ അതിനനുസരിച്ച് അടുത്ത പെയർ ചെയ്യുന്നു. അപ്പോൾ ടോട്ടാലിറ്റി നോക്കിയപ്പോൾ പരിപാടി ഓണായി. അത് കഴിഞ്ഞപ്പോഴാണ് അടുത്ത് പറഞ്ഞാൽ നമുക്കൊന്ന് ദുബായി പോകേണ്ടി വരും. അപ്പോൾ ഈ പടത്തിൻ്റെ ഷൂട്ട് പിന്നെ ദുബായിക്കാണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ആ പടം കഴിഞ്ഞു. അന്നാണ് ആക്ച്വലി നമുക്ക് ഈ സിനിമ ഈ പറഞ്ഞ പോലെ അന്ന് അതിന് മുന്നേ നമ്മൾ കണ്ട പടങ്ങൾ ഈ ഹണീബി ഇതൊക്കെയൊക്കെ കണ്ട സമയത്ത്, അപ്പോൾ അന്ന് ബാലു ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിനിമയിൽ കണ്ടില്ല. അപ്പോൾ അന്നൊക്കെ നമ്മൾ ഭയങ്കര കട്ട ഫാൻസാണ് ഇവരുടെയൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ബാലുവിൻ്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇതിനകത്തേക്ക് വരുമെന്നുള്ളൂ. പക്ഷെ നിങ്ങളൊക്കെ എല്ലാവരും ഇപ്പം പക്ഷെ അത് ഭയങ്കര ഒരു ഫാമിലി അങ്ങനെ ഒരു അഫെക്ഷൻ ഉണ്ടായിരുന്നൊരു സെറ്റായിരുന്നു. എനിക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സങ്കടം, ഞാൻ കരയൊക്കെ ചെയ്തു. കാരണം പക്ഷേ ഇതിൻ്റെ ഒരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ പിന്നെയാണ് എനിക്കത് മനസ്സിലായത്. അത് ആക്ച്വലി നമ്മളിപ്പോൾ ഒരു ഷൂട്ട് കഴിഞ്ഞു, നമ്മൾ പോകുന്നു, എല്ലാവരും അവരവരുടെ പരിപാടിയിൽ തിരക്കില്ല. നമ്മൾ ഒരു സെറ്റ് കഴിയുന്നു, എല്ലാവരും പോകുന്നു, പിരിഞ്ഞു പോകുന്നു, അത് കഴിഞ്ഞു പോകുന്നു, അടുത്ത സെറ്റിൽ ചെയ്യുന്നു, അടുത്ത പുതിയ ആൾക്കാർ, അടുത്ത സെറ്റ്. ഇത് ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഇങ്ങനെയാണെന്നുള്ള ചില സെറ്റുകൾ നമ്മുടെ മനസ്സിനെ. അതെ 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 അല്ല വൺ ഓഫ് ദ സെറ്റായിരുന്നു എനിക്ക് ഭയങ്കര അഫെക്ഷൻ ഉണ്ടായിരുന്നൊരു സെറ്റാണ് ഈ കിങ് ലെയറിൻ്റെ സെറ്റ്. കാരണം അത്രയും എല്ലാവരും ഭയങ്കര അതായത് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമുക്ക് ചില കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് നമുക്ക് പറയാം എന്നുള്ളൊരു ഇപ്പം ചില ആൾക്കാർ ആ സ്പേസ് ഉണ്ട്. അപ്പം അത് കാരണം ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അവിടെ. ദിലീപേട്ടൻ്റെ പടങ്ങളിലെല്ലാം കോസ്റ്റ്യൂം ചെയ്യുന്നതും വെങ്കിയാണ്.
ഈ കാണുന്ന പ്രേക്ഷകർ ചിന്തിക്കും എന്താണ് കോസ്റ്റ്യൂം ഡിസൈനർ? അതായത് സിനിമകളിൽ ദിലീപേട്ടൻ്റെ ഡ്രസ്സ് മേടിച്ചു കൊടുക്കുന്ന വ്യക്തിയാണോ, അല്ലെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്യുന്ന വ്യക്തിയാണോ? അങ്ങനെ സംശയമുള്ളവരോട് ഞാൻ ചോദിക്കും, എന്താണ് കോസ്റ്റ്യൂം ഡിസൈനർ? കോസ്റ്റ്യൂം ഡിസൈനിങ് എന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പം അതായത് സിനിമയിൽ എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ കഥകൾ കേൾക്കാം, കഥ കേട്ട് ആ ക്യാരക്ടർ മനസ്സിലാക്കുക. ഫസ്റ്റ് ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് ഇയാളുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ ഇയാൾ ഇടുമ്പോൾ ഇയാളുടെ ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ ആണെങ്കിൽ അയാൾക്ക് പോലീസ് ഔട്ട്ഫിറ്റ് ആയിരിക്കും, ഇയാളല്ലാത്ത സമയത്ത് മഫ്തിയിലാണെങ്കിൽ അയാൾക്കൊരു ഡ്രസ് കോഡ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഔട്ട്ഫിറ്റ്സ് ഡിസൈൻ ചെയ്യാം. അത് ചിലത് നമ്മൾ ചിലപ്പോൾ കസ്റ്റമൈസേഷൻ ആയിരിക്കും, ചിലത് ഈ പറയണ പോലെ നമ്മൾ റെഡിമെയ്ഡ്സ് മേടിക്കാറുണ്ട്. അത് ക്യാരക്ടർ മനസ്സിലാക്കി അതിനകത്ത് എങ്ങനെ അത് ആ ലൂപ്പിലേക്ക് കറക്റ്റായിട്ട് ഇൻവോൾവ് ആവുന്നു, അതാണ് കോസ്റ്റ്യൂം ഡിസൈൻ ഇൻ ഫിലിം. ഓക്കെ. അപ്പൊ ദിലീപേട്ടന്റെ ഫിലിം അല്ലാതെ ഇപ്പം ദിലീപേട്ടൻ ഒരു ഫംഗ്ഷന് പോയാലും വെങ്കിയ കോസ്റ്റ്യൂം ചെയ്യുന്നുണ്ട്. ഒരു സിനിമയുടെ വിജയത്തിന് കോസ്റ്റ്യൂമിന്റെ പങ്ക് എത്രമാത്രമുണ്ട്? വളരെ ഇമ്പോർട്ടൻ്റാ. ഇതിപ്പം പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ദിലീപേട്ടൻ്റെ ഒരു ചിത്രം ഓടി വരുന്നത് രാമലീല. ആ രാമലീലയെ തന്നെ ആണെങ്കിൽ പോലും ആ മുണ്ടിനൊരു പ്രാധാന്യം ഉണ്ടല്ലേ? ഉണ്ട്. എന്താണ് മുണ്ടിന് ഞാൻ കുറെ സ്ട്രഗിളും ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ ഈ ഫൈറ്റ് ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു മുണ്ടിലായിരിക്കില്ല, ഇപ്പൊ ഒരു 3-4 മുണ്ട് വേണ്ടി വരും. ചിലപ്പോൾ കീറും, ചിലപ്പോൾ അതിനകത്ത് ബ്ലഡ് ആവും, ചിലപ്പോൾ അങ്ങനെ പ്രോസസ്സൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ പറഞ്ഞ ചില മുണ്ട് നമ്മള് ഈ 2-3 മേടിച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഈ ഷൂട്ട് ഏകദേശം ആയി കഴിയുമ്പോഴായിരിക്കും അത് പോരാട്ടോ 2 കൂടി ചിലപ്പോൾ എക്സ്ട്രാ വേണ്ടി കിട്ടുന്നു. പക്ഷെ ഈ മുണ്ട അതേ സ്റ്റോറിൽ കിട്ടണമെന്ന് ഉറപ്പില്ലല്ലോ. പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ തപ്പണം. ചെറിയ പണിയല്ല അത്. അത് നമ്മുടെ ചിലത് ഭാഗ്യം പോലെയാണ്. അത് ഇതേപോലെ എനിക്ക് ഒരു പടത്തിന് ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ പവി കെയർടേക്കർ. അതിന് ഈ പറയണ പോലെ അതിൻ്റെ ക്ലൈമാക്സ് ആയിരുന്നു. അപ്പോൾ ആക്ച്വലി ഞാൻ അന്ന് സെറ്റിൽ അതിൻ്റെ പോർഷൻ എടുക്കണേക്കാളും മുന്നേ അതിൻ്റെ തൊട്ട് മുന്നത്തെ എന്തോ സീൻ എടുത്തപ്പോൾ ഞാൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതെന്തോ ഒരു പേര് ഷർട്ട് എന്തോ ഉണ്ടായിട്ടുള്ളൂ. ആ ഷർട്ട് ഈ പറയണ പോലെ അത് എന്നിട്ട് ക്ലൈമാക്സിലേക്ക് കൊണ്ടുവന്നു. അപ്പം ഈ ഷർട്ടിനുള്ള പ്രശ്നം വെച്ചാൽ അത് ഡോഗായിട്ടുള്ള സീനായിരുന്നു. ഡോഗ് കയറി പിടിച്ച് വലിക്കോ കടിക്കോ എന്താ ചെയ്യണേ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് അവിടെ അതിൻ്റെ ഡ്യൂപ്പ് വേണ്ടി വരും. അത് പിന്നീടാണ് അത് പറയണേ. അപ്പം നമുക്ക് ഞാൻ ആ മെറ്റീരിയൽ കിട്ടിയില്ല, സാധനമില്ല. പിന്നെ അതിൻ്റെ പാറ്റേണിലും അതേപോലെ ലുക്ക് വരുന്ന വേറൊരു മെറ്റീരിയൽ എടുത്താണ് ഞാൻ പിന്നെ ചെയ്തത്. ഏതെങ്കിലും സിനിമകളിൽ വെങ്കിയുടെ കോസ്റ്റ്യൂം പാളിപ്പോയിട്ടുണ്ടോ, അല്ലെ തെറിവിളി കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? രാമലീലയൊക്കെ കേട്ടിട്ടുണ്ട്. രാമലീലയിലൊക്കെ ഈ പറഞ്ഞ അതിനകത്ത് മെയിൻ അതിനകത്ത് എലമെന്റ് വെച്ച് കഴിഞ്ഞാൽ ആ തോക്കെടുത്തിട്ട് വെടിവെക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പം അതിനകത്ത് ആക്ച്വലി ഈ ഷോട്ടിൽ ഈ മുണ്ട് കറക്റ്റായിട്ട് വന്നാൽ മാത്രമാണ് ഈ ഹോൾ ആക്ച്വലി ആൾക്കാർക്ക് കാണാൻ പറ്റുള്ളൂ. എന്നാൽ അത് കറക്റ്റായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. ഇത് ഒരു സൈഡ് കവർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹോള് കാണില്ല, കാരണം മൈന്യൂട്ടല്ലേ. അപ്പം അത് കറക്റ്റായിട്ട് അതിന് അതൊക്കെ നമ്മുടെ ജോലിയുടെ ഭാഗങ്ങളാണ്. അത് നമ്മൾ പർപ്പസ്ഫുള്ളി ചെയ്യണതോ ഒന്നുമല്ല, പക്ഷെ അത് അതിന് ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾ ചിലതൊക്കെ കേൾക്കാറുണ്ട്. അതൊക്കെ ഇതിന്റെ ഭാഗങ്ങളാണ്. അത് സംഭവിച്ചെന്താ ബാക്കി പറ. അത് ഈ പറഞ്ഞ പോലെ അന്ന് തന്നെ ചീത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് തന്നെ ചീത്താണ്. പക്ഷെ അതെനിക്കൊരു പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നില്ല. കാരണം നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അത് ആരായാലും അത് അല്ലേ, ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ തെറ്റുകളാണല്ലോ ശരിയിലേക്ക് നയിക്കുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈ പറയണ പോലെ അടുത്ത പരിപാടിയിൽ കറക്റ്റ് ആക്കണം, ഇനി എൻ്റെ അടുത്ത് ഇത് പറയാൻ പറ്റരുത് എന്നുള്ള അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും. ഈ രാമലീല ഇറങ്ങിയപ്പോൾ തിയേറ്ററിൽ നിന്ന് കരഞ്ഞോ? അത് കരഞ്ഞു. എന്തായിരുന്നു ആ ഫീല്? അത് കാരണം രാമലീല ഭയങ്കര എനിക്ക് പേഴ്സണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. കാരണം രാമലീല നടന്ന് ഷൂട്ടിംഗ് എല്ലാം, കാരണം ആ ടൈമിലാണ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവണതും കുറേ കാര്യങ്ങളുണ്ടാവണം. അത് ഈ പറയുന്ന പോലെ ചേട്ടൻ അറസ്റ്റിലായി കഴിഞ്ഞപ്പോഴും ഞാൻ ജയിലിൽ പോയി കണ്ടിരുന്നു. അപ്പോഴും ആ സമയത്തൊക്കെ അങ്ങനെ ആൾക്കാർക്ക് അലൗഡായിരുന്നോ? അലോഡായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ അലോഡ് കൊടുത്തിട്ടുണ്ടായുള്ളൂ. അങ്ങനെ എല്ലാവർക്കും കാരണം റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ കയറാമെന്ന് അങ്ങനെ എന്തോ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അന്ന് നമ്മൾ ആധാർ കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് ഒരു റൂം, ഇവിടെ ഒരു കോൺസ്റ്റബിൾ ചുറ്റും 2-3 ക്യാമറാസ്. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ വരൂ കേട്ടോ എന്ന് പറഞ്ഞു.
അപ്പം അന്ന് ഞങ്ങളൊരു ഡാർക്ക് ബ്ലൂ കളർ ഷർട്ടും വെള്ളമുണ്ട്. എനിക്ക് വെച്ചാൽ ഞാനിത് ആയതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ഇത് ഈ ഡ്രസ്സിൻ്റെ കാര്യം ഓർമ്മ വരിക. അപ്പം എന്നോട് വന്നിട്ട് ഫസ്റ്റ് ചോദിച്ചത് എന്താടാ നീ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാനും ഓക്കെ അല്ലേ എന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല. കേട്ടാ കുഴപ്പമൊന്നുമില്ല, നീ ഇതൊന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോ കേട്ടോ, അല്ല എന്തെങ്കിലും പൈസയുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പറഞ്ഞു. കാരണം അവിടെ ലൈഫ് എന്താവുമെന്ന് പോലും അറിയില്ല. ആ സിറ്റുവേഷനിൽ എന്നോട് ഇത് പറയണേ നീ ഓക്കെ ആണോടാ. എനിക്ക് ഭയങ്കര വിഷമമായി പോയി. കാരണം അവിടെ ഒരു ലൈഫ് എന്താവും അറിയാത്ത സിറ്റുവേഷനിൽ നീ ഓക്കെ ആണോ എന്നാണ് ചോദിച്ചേ. അതെനിക്ക് ഒരിക്കലും എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റില്ല. വെങ്കി അടുത്തെറിഞ്ഞ മനസ്സറിഞ്ഞ ദിലീപേട്ടൻ എന്താണ്? അയ്യോ ശുദ്ധനാവറോ. എനിക്ക് ഒരു ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമായതുകൊണ്ട് എനിക്കൊരു ബോസൊന്നോ അങ്ങനെ ഒന്നല്ല. എനിക്ക് ഞാൻ ഒറ്റ മോനാ. എനിക്ക് എൻ്റെ ചേട്ടനെ പോലെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാലും എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോഴും ചില ആളുകൾ ദിലീപേട്ടൻ ചെയ്തിട്ടുണ്ട്, ദിലീപേട്ടൻ തെറ്റുകാരനാണ് എന്ന് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ വെങ്കിക്ക് തോന്നേ? ഒരിക്കലും ചെയ്യില്ല. ദിലീപേട്ടനൊന്നും ഒരിക്കലും ചെയ്യില്ല. അങ്ങനെ ചെയ്യില്ല ഏട്ടൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ ഇത്രയും കൂടെ നിൽക്കുന്നതുകൊണ്ട് ഈ പറയണ പോലെ ഞാൻ പറയുന്ന ആൾക്കാർ ചിലപ്പോൾ കൂടുതലും ആക്സെപ്റ്റ് ചെയ്യുക. അതെ. അപ്പം ഈ പറയണ പോലെ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ചേട്ടൻ ചെയ്യുന്നത്. ഇപ്പം അജിനെ ഇപ്പം ഈ പറയണ പോലെ ഇത്ര വർഷം അറിയുന്നതും അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ഒരാൾക്കാണ് അജിൻ്റെ മൈൻഡ് എങ്ങോട്ടാ പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെ ഡീവിയേറ്റ് ചെയ്യുന്നത് ഇത് മനസ്സിലാവുള്ളൂ. അതെ, ഞാൻ എന്താന്നുള്ള സ്വഭാവം വരെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇത്ര നാളും എനിക്ക് മനസ്സിലായ ഒരു കാര്യം അങ്ങനൊന്നും ചെയ്യില്ല. എത്ര വർഷക്കാലമായി നിൽക്കുന്നു വെങ്കി? ഇപ്പോൾ ഈ സെപ്റ്റംബർ വരുമ്പോഴത്തേക്കും 10 year ആവും. ഈ ചെയ്ത സഹായങ്ങളാണെങ്കിൽ 10 പേരെ കാണിച്ച് ചെയ്യാൻ ദിലീപേട്ടന് താല്പര്യമില്ലല്ലേ? വളരെ കുറവാണ്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാത് ചെയ്യുന്ന പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ആക്ച്വലി നമ്മുടെ ഈ പ്രശ്നങ്ങൾ കാരണം അന്നൊക്കെ ഒരു ട്രസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. കാരണം ട്രസ്റ്റിൻ്റെ സമയത്ത് ആ സമയത്ത് വീട് വെച്ച് കൊടുക്കുന്ന കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പ്രശ്നങ്ങൾ കാരണം കുറേയൊക്കെ സ്റ്റോപ്പായി പോയതൊക്കെ. ഈ ഒരു കേസ് വന്ന സമയത്ത് വെങ്കിയുടെ കൂട്ടുകാരോ സൗഹൃദങ്ങളോ എപ്പോഴെങ്കിലും വെങ്കിയോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ടോ, എടാ ഇനി നീ ആ ആളുടെ പുറകെ പോകണ്ട, നീ വേറെ കാര്യത്തിൽ പോയി രക്ഷപ്പെടും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അത് കൂട്ടുകാർ മാത്രമല്ല, പറയാൻ സമയമായി വെങ്കി, നീ ഒരു സെലിബ്രേറ്റ് ചെയ്യാ. അങ്ങനെയല്ല, അതായത് അത് ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഒരുപാട് പേർക്ക് വിഷമവും ആവണം. അന്ന് പറഞ്ഞവനൊക്കെ ഇന്ന് ഇത് കേൾക്കണം. അല്ല, ഞാനത് ആക്ച്വലി ഞാൻ റിവെഞ്ച് എന്നല്ല, പക്ഷെ ഞാൻ അതിനകത്ത് ഒരു കാര്യം ചെയ്തു പോയി. പക്ഷെ അത് ശരിയാണോ തെറ്റോ എനിക്കറിയില്ല. അന്ന് അതായത് ജയിലിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീടിൻ്റെ പുറത്തിറങ്ങി നടക്കുമ്പോഴത്തേക്കും എന്തായി പോയല്ല, ജോലിയൊക്കെ പോയല്ല, എന്ത് ചെയ്യും എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്. ഇനി എന്ത് ചെയ്യൂടാ, പരിപാടിയൊന്നുമില്ല, നീ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ ഇവരൊക്കെ റിലീസ് ചെയ്ത് വന്നപ്പോൾ അതിൽ എല്ലാവരും അല്ല, ഒരു 1-2 പേരൊക്കെ എൻ്റെ അടുത്തുണ്ട്, എടാ ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. പറ്റൂല എന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞുള്ളൂല്ലോടാ പൊന്നെ. അത് തെറ്റാണെന്ന് എനിക്കല്ല, പക്ഷെ ആ സമയത്ത് എനിക്ക് എന്തോ കാരണം അങ്ങനെ പറഞ്ഞു പോയി ഞാൻ. മാധ്യമങ്ങളാണെങ്കിലും കൂടുതൽ സൗഹൃദങ്ങളാണെങ്കിലും അവ തെറ്റുകാരെന്ന് പറഞ്ഞാൽ പോലും എപ്പോഴെങ്കിലും ഒക്കെ മനസ്സിലൂടെ അലയടിച്ച് പോയിട്ടുണ്ടോ? ചെയ്ത് കാണുമായിരിക്കുമോ? ഇപ്പോഴും വെങ്കി പറയുന്നു ദിലീപേട്ട ചെയ്തിട്ടില്ല. ആ ഒരു അതാ ഞാൻ ചോദിക്കുന്നത്, ആ ഒരു ബോണ്ട് എങ്ങനെ വന്നത്? അതാ ഞാൻ പറഞ്ഞത്. അതായത് ഈ പറയുന്ന പോലെ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. കാരണം എല്ലാ സ്ഥലത്തും കാരണം ഇപ്പം ഞാൻ പറയാം, എൻ്റെ വീട്ടിൽ ഞാൻ സ്പെൻഡ് ചെയ്യണേക്കാളും കൂടുതൽ ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യണതും ഷൂട്ടിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരില്ലേ. അപ്പോൾ സ്വാഭാവികം നമുക്കറിയാലോ എന്താണെന്നും ഏതാണ്. ഇപ്പം ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഞാനൊരു നെഗറ്റീവ് പരിപാടി ചെയ്യുന്നുണ്ട്, ഈസിലി എൻ്റെ കൂടുതലുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയണ പോലെ തന്നെയാണ്. ഒരിക്കലും പുള്ളി ചെയ്യില്ല, അങ്ങനെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല അത്.